എറണാകുളം വേങ്ങൂരിലടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്നതിന്റെ ആശങ്കയാണ് ഇപ്പോഴുള്ളത്. മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രതിസന്ധി രൂക്ഷമാണ്. പ്രതിഷേധമിരമ്പയതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം എറണാകുളത്തടക്കം മഞ്ഞപ്പിത്ത ബാധയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. നിരവധി പേരെ ആശുപത്രി കിടക്കയിലെത്തിച്ചും അതിൽ ചിലരുടെ ജീവൻ നഷ്ടമായ ശേഷവുമാണ് ഇപ്പോഴത്തെ മഞ്ഞപ്പിത്ത രോഗബാധ ഗൗരവത്തിൽ എടുക്കുന്നത്. എറണാകുളം വേങ്ങൂരിലും മലപ്പുറത്തും സ്ഥിതി ഒരൽപ്പം രൂക്ഷമാണ്. ഏപ്രിൽ 17-നാണ് എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിൽ രോഗബാധ കണ്ടെത്തിയത്. 25 ദിവസം പിന്നിടുമ്പോൾ രോഗികളുടെ എണ്ണം 180-ലേക്കെത്തി. 2 മരണവും സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനം വൈകിയത് പ്രതിസന്ധി രൂക്ഷമാക്കി. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള സ്രോതസ്സിൽ നിന്നാണ് മഞ്ഞപ്പിത്തം പിടിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പക്ഷേ വാട്ടർ അതോറിറ്റി തയ്യാറല്ല. പഞ്ചായത്തിന്റെ ചില ജലവിതരണ പദ്ധതികളും ജനങ്ങൾ ഇവിടെ ആശ്രയിക്കുന്നുണ്ടെന്നാണ് വകുപ്പ് ന്യായീകരിക്കുന്നത്. വാട്ടർ അതോറിറ്റി ഓഫീസ് നാട്ടുകാർ ഉപരോധിക്കുന്നിടം വരെ കാര്യങ്ങളെത്തി. നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം കുടിവെള്ള പദ്ധതികളും കിണറുകളും അടക്കം 4000 സംതിങ് കിണറുകളും കുടിവെള്ള പദ്ധതികളെല്ലാം കൂടെ കൂടിയുണ്ട്. അത് ഫുള്ള് നമ്മൾ ക്ലോറിനേഷൻ ചെയ്തിട്ടുണ്ട്. കുടിവെള്ള പദ്ധതിയിലെ എല്ലാ കുടിവെള്ളത്തിലും സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഏകദേശം നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രശ്നം വഷളായതോടെ ജില്ലാ ഭരണകൂടം ഇടപെട്ടു. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകി. രോഗബാധിതരുടെ ചികിത്സാ സഹായമടക്കമുള്ള കാര്യങ്ങൾക്കായി പഞ്ചായത്ത് തലത്തിൽ സമിതിയും രൂപീകരിച്ചു. തഹസിൽദാർ ഇപ്പോൾ എത്ര കേസസ് അവരുടെ വീടുകളിൽ പോയി ഡീറ്റെയിൽ റിപ്പോർട്ട് ആക്കുന്നു, അത് സർക്കാരിലേക്ക് അറിയിക്കാം. നമുക്ക് ഫർദർ നടപടി നമുക്ക് നോക്കാം. ഇല്ല, വീഴ്ച എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കിയിട്ട് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും. അത് പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഇതിനിടെ ഊർജിതമാക്കിയിട്ടുണ്ട്. മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കി. 4000 കേസുകൾ റിപ്പോർട്ട് ചെയ്ത മലപ്പുറം ജില്ലയിൽ 500-ലധികം ആക്റ്റീവ് കേസുകൾ ഇപ്പോഴുമുണ്ട്. രോഗബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നതിനൊപ്പം എല്ലാ ഹോട്ടലുകളോടും റെസ്റ്റോറന്റുകളോടും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നൽകാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. മഞ്ഞപ്പിത്തത്തിന് സ്വയം ചികിത്സ പാടില്ലെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ശാസ്ത്രീയ ചികിത്സ തേടണമെന്നും മുന്നറിയിപ്പുണ്ട്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയ്ക്ക് പോലും വഴിയില്ലാതെ നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. മതിയായ ചികിത്സാ സഹായവും രോഗം മാറും വരെ ജീവിക്കാനുള്ള സാഹചര്യവുമാണ് രോഗികളുടെ ആവശ്യം. സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.